പുറകു വശത്തായിട്ടാണ് അതിൻ്റെ വിര വരുന്നത്. കാണിച്ചു തരാം നിങ്ങളെ, കണ്ടോ? ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോഴേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കൊഞ്ചിന് നമ്മൾ വറുത്തരച്ച് തീരെ വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന കൊഞ്ചിനെ ചട്ടിയിലേക്ക് ഇടുവാണ് കേട്ടോ. അത് ചെറിയ കൊഞ്ചല്ല, നമ്മുടെ കൊഞ്ചെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം വലിയ കൊഞ്ച് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയൊരു കൊഞ്ചാണ്. ഒരെണ്ണം എടുത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ, കണ്ടോ? അപ്പോഴേ കൂട്ടുകാരെ, നമുക്ക് ഈ കൊഞ്ച് എങ്ങനെയാണ് വൃത്തിയാക്കാൻ പോകുന്നത് നോക്കാവേ. അപ്പോൾ ഞാൻ കൊഞ്ച് വൃത്തിയാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നേരെ നമ്മുടെ കൊഞ്ചിനകത്തേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കൊഞ്ചുകാരനെ ഞാനങ്ങ് കൈ കൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കൊഞ്ച് വൃത്തിയാക്കുന്നത്. ഈ കൊഞ്ചിൻ്റെ നടുവിലൊരു വിരയെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കേട്ടോ. അതെടുക്കണം. അതെടുക്കാത്ത പക്ഷം നമുക്ക് ഭയങ്കര വയറുവേദന വരാൻ ചാൻസ് ഉണ്ട്. തൊലിയെല്ലാം പൊളിച്ച് കളഞ്ഞ് തലയും പൊളിച്ച് കളഞ്ഞതാ ഇതിൻ്റെ ഈ പുറകു വശത്തായിട്ടാണ് അതിൻ്റെ വിര വരുന്നത്. ഇങ്ങനെ പിച്ചാത്തി കൊണ്ട് നടുവിലൂടെ ഒരു വര ഇടണം. വര ഇട്ടതാ ഇങ്ങനെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ കണ്ടോ, ഈ കറുത്തിരിക്കുന്ന സാധനമാണ് അതിൻ്റെ വിര. അതാ ഇങ്ങനെ ഇനി എടുത്താൽ മതിയേ. അത് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വയറുവേദന വരും കേട്ടോ. ഒരിക്കലും കൊഞ്ച് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് കഴിക്കാൻ പാടില്ല. നല്ല രീതിയിൽ അത് എടുക്കണം, കണ്ടോ? എടുത്ത് അതുപോലെ ഇടുക. ഇനി ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. തല നമ്മൾ കൈ കൊണ്ട് തന്നെ പൊളിക്കുക. എന്നിട്ട് തോടും കൈ കൊണ്ട് തന്നെ പൊളിക്കുക. തോട് പൊളിക്കാൻ നമുക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാൽ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി കേട്ടോ. തോടിഞ്ഞ് വരും. വീണ്ടും ഇതിൻ്റെ നടുവിലേക്ക് നമ്മളൊരു വര ഇട്ട് കൊടുക്കണം. ചെറിയ കൊഞ്ചൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ വിര കളയാനാണ് ഇത്തിരി ബുദ്ധിമുട്ട്. ചെറുതല്ലേ, അതുകൊണ്ടാണ്. കണ്ടോ, ഈ നടു ഭാഗത്താണ് ഇരിക്കുന്നത്. കൊഞ്ച് എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് കാണിച്ചു തന്നേ. അറിയാവുന്നവർ ഒരുപാട് കാണും, എന്നാൽ അറിയാത്തവർ അതേപോലെ തന്നെ ഒരുപാട് കാണും കേട്ടോ. അപ്പോഴ് എനിക്കെന്ന് പറഞ്ഞാൽ ഹോട്ടലിലൊക്കെ നമ്മൾ പുറത്ത് പോകത്തില്ലേ, ഹോട്ടലിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ കൊഞ്ചിന്റെ ഒരു സാധനങ്ങളും മേടിച്ച് കഴിക്കത്തില്ല. ഇപ്പം ഹോട്ടലുകാരൊക്കെ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഈ വിരയൊന്നും എടുത്തിട്ട് കൊഞ്ച് കറി വെച്ച് തരണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. അങ്ങനെ ഒരിക്കലും ഞാൻ ഒരു ഹോട്ടലിൽ പോയി ഒരു കൊഞ്ച് പുറത്ത് പോയി കൊഞ്ച് റോസ്റ്റ് മേടിച്ച് കഴിച്ചിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ശക്തമായ വയറുവേദന, ജീവൻ പോകുന്നു പേടിച്ചു. അതുപോലുള്ള വയറുവേദനയായിരുന്നു കേട്ടോ. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എന്തായാലും 2-3 മരുന്നൊക്കെ എടുത്തപ്പോഴത്തേക്ക് അതൊക്കെ മാറി. അപ്പോഴാണ് പറഞ്ഞത് കൊഞ്ചിന്റെ ഇതിന്റെ പ്രശ്നമായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡാണ് സീ ഫുഡ്. കൊഞ്ച്, കക്ക, ഞണ്ട്, കണവ, കരിമീൻ, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കേട്ടോ. ഞാൻ ചിക്കൻ, മട്ടൻ, ഇറച്ചി ഐറ്റങ്ങൾ ഒരു സാധനം ജനിച്ച് ഇത്രയും വർഷമായി കഴിച്ചിട്ടേ ഇല്ല, ഇനി കഴിക്കാനും പോകുന്നില്ല. അപ്പം നമ്മുടെ ഈ കൊഞ്ചിനെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാൻ ഞാൻ കേട്ടോ. കൊഞ്ചെല്ലാം പൊളിച്ച് അടുക്കളയെ വൃത്തിയാക്കി വെച്ച് ആ നേരത്തിൽ നമ്മുടെ വറുത്തരച്ച തീയലിന് വേണ്ട പ്രധാനപ്പെട്ട ആളെ പൊളിക്കാൻ ഞാൻ സിറ്റ് ഔട്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ആരാണ് പ്രധാനപ്പെട്ടത്? ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കേട്ടോ. അപ്പൊ വെളിയിലിരുന്ന് പൊളിച്ചാൽ എന്റെ കണ്ണ് വലുതായിട്ട് എരിയത്തില്ല. അല്ലെങ്കിൽ എന്റെ പൊന്നിയെ അകത്തങ്ങണമാണെങ്കിൽ കണ്ണെരിഞ്ഞ് ഒരു പരുവാവും ഞാൻ കേട്ടോ. ഇനി പൊളിച്ച ചുമന്നുള്ളിയും വെളുത്തുള്ളിയും നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇത്രയും വേണം കേട്ടോ ചുമന്നുള്ളിയുടെ അളവേ. അപ്പോഴത്തേക്ക് അമ്മയാണെ തൊട്ടടുത്ത കസേരയിലിരുന്ന് ഉച്ചലത്തേക്കുള്ള അവിയലിനുള്ള മലക്കറികളെല്ലാം അരിയുവാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്, നമുക്ക് ഇന്ന് നല്ല വെയിലും ഉണ്ട് കൊല്ലത്ത്. അപ്പൊ ഇനി നമ്മുടെ തീയലിനകത്ത് പ്രധാനം എന്ന് പറഞ്ഞാൽ തേങ്ങയാണല്ലോ. തേങ്ങ വറുക്കാൻ നേരത്തെ ഒരു ശകലം എണ്ണയും കൂടെ ഒഴിച്ചതുപോലെ വറുക്കുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് വളരെ തേങ്ങ കരിയാതെ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. ഈ ഒരു പരുവാവണം നമ്മളെ തേങ്ങ വറുത്ത് വരുമ്പോഴത്തേക്ക്. ഇതിനകത്ത് ഇനി വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കണം ഈ സമയത്തെ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമ്മുടെ എരിവനുസരിച്ചും പിന്നെ കൊഞ്ചൊക്കെ എത്ര ഉണ്ടെന്നനുസരിച്ച് വേണം നമ്മൾ പൊടികൾ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ പൊടികളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത് തീ വളരെ കുറച്ച് വെച്ച് വേണം ഇളക്കണ്ട കേട്ടോ. നമ്മൾ തേങ്ങ വറുക്കാൻ നേരത്ത് കൈ എടുക്കാതെ വേണം തേങ്ങ വറുക്കേണ്ടത്. അതുപോലെ തന്നെ തീ വളരെ കുറവായിരിക്കണം, കരിയാൻ പാടില്ല. തേങ്ങ തിരിങ്ങുമ്പം ചെറിയ രീതിയിൽ വേണം തേങ്ങ തിരിങ്ങിയെടുക്കുക. ഇത്രയും കാര്യങ്ങൾ വറുക്കുന്നതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഒരു ചട്ടി എടുത്ത് അടപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു. അതിനകത്തേക്ക് നമ്മൾ കഴുകി അരിഞ്ഞു വെച്ച ചുമന്നുള്ളി, വെളുത്തുള്ളി, ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയെടുത്ത് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഒരു തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി മതി കേട്ടോ. നമ്മൾ പിടിപുളിയും ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ അവരെ ഒന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ തേങ്ങയും അതിൻ്റെ മിശ്രിതം ഉണ്ടല്ലോ, അതൊന്ന് കാറ്റത്ത് കൊണ്ടുവച്ച് ഞാൻ ഒരു 2 മിനിറ്റ് ആറ്റിയിട്ടുണ്ടായിരുന്നേ. ഒരു ഇളം ചൂടുള്ള പരുവത്തിനകത്താണ് നമുക്ക് പൊടിക്കേണ്ടത് കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഒരു തുള്ളി പോലും വെള്ളാംശം ഇല്ലാത്ത ജാറായിരിക്കണേ. അതിനകത്ത് നമ്മളിത് ഭസ്മം പോലെ പൊടിച്ചെടുക്കണം. ഈ
രീതിയിൽ നമ്മൾ വറുത്തരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ നമ്മുടെ അരകല്ലിൽ അരച്ച് കറി വെക്കുന്ന അതേ രുചിയും അതേ നിറവും നമ്മുടെ വറുത്തരച്ച കറിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കൊഞ്ചിടാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ തക്കാളി, ഉള്ളി, വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴണ്ട് എണ്ണയ്ക്കകത്ത് വന്നപ്പോഴത്തേക്ക് കഴുകി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഈ സമയത്ത് വേണം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. കൊഞ്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ. അപ്പം നമ്മുടെ കൊഞ്ച് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, അത്യാവശ്യം വലിയ കൊഞ്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കൊഞ്ചിനെ 2 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കും അമ്മയ്ക്കും മതിയല്ലോ. അപ്പോഴത്തെ ഒരു 3-4 ദിവസം നമ്മൾ ഈ കറി എടുക്കാറുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളെ കൊഞ്ചെല്ലാം ഒന്ന് വാടി വന്ന സമയത്ത് നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ച തേങ്ങയുടെ മിശ്രിതം എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. അതെല്ലാം നല്ല രീതിയിലൊന്ന് ഇളക്കണം. അതിനെ ഇളക്കി കഴിയുമ്പം അതിനകത്തൊരു പച്ചമണമുണ്ട്. അതെല്ലാം അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരു 2 മിനിറ്റോളം പിഴുപുളി നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, നമ്മുടെ അരപ്പെല്ലാം ഒന്ന് സെറ്റായി. അപ്പോൾ 2 മിനിറ്റോളം നമ്മൾ പിഴുപുളി വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ എൻ്റെ പൾപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരെ ഒഴിക്കുന്നത് പിഴുപുളിയുടെ വെള്ളമാണ്. അപ്പോൾ ചിലരാണെങ്കിൽ വറുത്തരയ്ക്കാൻ നേരത്ത് മിക്സഡ് ജാറിൽ ആ തേങ്ങയോടൊപ്പം പിഴുപുളിയുടെ വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുക്കാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല, കറിക്ക് ഒരു കളറും കിട്ടത്തില്ല കേട്ടോ. ഇതാകുമ്പോൾ ഒരു കാപ്പിപ്പൊടി കളറ് നമ്മുടെ കറിക്ക് കിട്ടുകയും ചെയ്യും. ഭയങ്കര രുചിയാണ് കേട്ടോ. അപ്പോൾ കറിയെല്ലാം അവിടെ നിന്ന് തിളച്ചോട്ടോ. ആ നേരത്തിൽ ഒരു ബിസിൽ കേട്ടപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഒരു ഇച്ചിരി പാത്രം ഉണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ വൃത്തിയാക്കും. കാരണം 1-2 പാത്രങ്ങൾ ഉള്ളപ്പോൾ തന്നെ നമ്മൾ കഴുകി അങ്ങ് പോയാൽ നമുക്ക് എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മുടെ പാചകം എല്ലാം തീരട്ടെ എന്നിട്ട് നമുക്ക് പാത്രം എല്ലാം കഴുകാം എന്നും പറഞ്ഞ് കൂട്ടി വെച്ചിരുന്നുണ്ടല്ലോ, ഒരിക്കലും നമുക്ക് അടുക്കളയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. മുടിഞ്ഞ ജോലിയായിരിക്കും. നമ്മൾ ആ അടുക്കള ജോലി അങ്ങ് മടുത്തു പോകും കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്സ് ഓർത്ത് വയ്ക്കുക. ഉള്ള പാത്രങ്ങളും ജോലികളും ഒതുക്കി പോകുക പരിപാലിക്കുന്നതിനോടൊപ്പം. അങ്ങനെ അടുത്ത ചീനിച്ചട്ടി എടുത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു, നമ്മുടെ അവിയലിനുള്ള അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അവിയലിനുള്ള അരപ്പ് എല്ലാവർക്കും അറിയായിരിക്കും. തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്ര ഇട്ടാണ് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് അരപ്പ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മളിത് കണ്ണാപ്പിക്കകത്ത് നമ്മുടെ വെജിറ്റബിൾ എല്ലാം ഊറ്റി വെച്ചിരുന്നു. ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല, കാരണം ഉപ്പിട്ടാണ് അവിയൽ വേവിച്ചത്. ഇവിടെ അവിയൽ സെറ്റ് ആയിട്ടുണ്ട്. ഈ നേരത്തിന് നമ്മൾ വറുത്തരച്ച കറി നല്ല 2-3 തിളയെല്ലാം തിളച്ചതാ ഒന്ന് ചട്ടിയോട് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വറുത്തരച്ച കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര ദിവസം വേണേലും നമുക്ക് ഈ കറി വെച്ചേക്കാം കേട്ടോ. അതുപോലെ ഈ കറി ഇരിക്കും തോറുമാണ് അതിൻ്റെ ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റ്. ഒരു പുളിശ്ശേരിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മതി കേട്ടോ. അപ്പോഴത്തേക്ക് കറിയെല്ലാം അടപ്പേന്ന് ഇറക്കിയത് ആ ഒരു സൈഡെല്ലാം നല്ല തുടച്ചങ്ങ് വൃത്തിയാക്കി, പാത്രവും എല്ലാം കഴുകി ഞാൻ വൃത്തിയാക്കി അങ്ങ് വെച്ചിട്ടുണ്ടേ. അപ്പൊ കൂട്ടുകാരെ, നമ്മളുടെ ഇന്നത്തെ അടുക്കള ജോലി ഉച്ചഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. വറുത്തരച്ച് നല്ല അടിപൊളി കൊഞ്ചുതീയൽ വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഇന്നത്തെ വറുത്തരച്ച കൊഞ്ചുതീയലിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അത് കമന്റ് ആയിട്ട് എന്നെ അറിയിക്കാനും ഒന്നും നിങ്ങൾ മടിക്കണ്ട കേട്ടോ. വേറൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.